അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദി റസൂലില്ലാ. പരിശുദ്ധമായ റമളാൻ മാസം നമ്മിലേക്ക് കടന്നു വരികയാണ് അല്ലേ. പിറ കണ്ടാൽ ഇന്ന് പുണ്യ റമളാനിലെ ആദ്യത്തെ രാവാണ്. അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പരിശുദ്ധ റമളാനിലേക്ക് നമ്മെ എത്തിച്ച റബ്ബിന് എത്ര സ്തുതി പറഞ്ഞാലും മതിയാവുകയില്ല. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാ. പുണ്യ റമളാനിൻ്റെ ആദ്യത്തെ രാവാണെങ്കിൽ ആ രാത്രിയിൽ പരിശുദ്ധമായ ഒരു സൂറത്ത് നമ്മൾ പാരായണം ചെയ്താൽ ഒരു കൊല്ലം അവന് ദാരിദ്ര്യം ഉണ്ടാവില്ല, സാമ്പത്തികമായ പരാധീനതകൾ അനുഭവിക്കേണ്ടി വരില്ല എന്നൊക്കെ അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ പഠിപ്പിച്ചത് കാണാം. ആ സൂറത്ത് നമുക്ക് ഓതണം. എന്താണ് റമളാനിലെ ഏറ്റവും വലിയ പ്രത്യേകത? ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് ഈ മാസത്തിലാണേ. ഖുർആൻ ഇറങ്ങിയതാണ് റമളാനിൻ്റെ മഹത്വം, വേറെ ഒന്നുമല്ല. അത്രമേൽ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നിൽക്കണ ഈ മാസത്തിൽ ഖത്തും ഓതാൻ മറക്കരുത് കേട്ടോ. റമളാൻ കിട്ടിയിട്ട് ഒരു ഖത്തുമെങ്കിലും ഓതിയില്ലെങ്കിൽ നമ്മുടെ കാര്യം ആകെ നഷ്ടത്തിലാണെന്നാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്വബാഹുൽ ഖൈർ മജ്ലിസിലൂടെ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണർത്തിയ പ്രകാരം 313 ഖത്തും ഇപ്പം തന്നെ ആയിട്ടുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് 27-ാം രാവിന് എല്ലാ ഖത്തുമും കൂടെ ഒരുമിച്ചൊന്ന് അള്ളാഹുവിലേക്ക് മനോഹരമായി സമർപ്പിച്ച് ദുആ ചെയ്യണം. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അപ്പോൾ അള്ളാഹു നമുക്ക് റമളാൻ തന്നത് എന്തിനാ? നമ്മൾ നന്നാകാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അള്ളാഹ്ക്ക് ഇപ്പോൾ നമ്മളെ പട്ടിണിക്കിട്ട് ഇടങ്ങേറാക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയാണ് റമളാൻ തന്നത്. മനസ്സിലായോ? അപ്പോൾ എനിക്ക് മുത്തഖിയാകണം എന്നുള്ള അതിയായ കൊതി വേണം. മുത്തഖി എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യാനാകണം. അള്ളാഹനെ കണ്ട് ഇബാദത്ത് ചെയ്യാൻ പറ്റണം. ഖൽബൊന്ന് തുറന്നു കിട്ടണം. പടച്ചവൻ അതിനെ തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഇന്ന് പരിശുദ്ധ ഖുർആനിലെ അതിവിശിഷ്ടമായ ചെറിയൊരു സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. അപ്പോൾ റമളാൻ ആദ്യത്തെ രാവിലെ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്താൽ എന്താ സംഭവിക്കുക? ഒരു കൊല്ലം ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ ദാരിദ്ര്യത്തിൽ നിന്ന്, സാമ്പത്തിക പരാധീനതയിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സമ്പത്ത് വേണ്ട എല്ലാവർക്കും. നമുക്ക് നല്ലത് ചെയ്യാനും സമ്പത്ത് വേണ്ടേ? അതുകൊണ്ട് തന്നെ അള്ളാഹനെ മറക്കാത്ത ഐശ്വര്യം തന്ന് പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞൊന്ന് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم ولله جنود السماوات والأرض وكان الله عليما حكيما ليدخل المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ويكفر عنهم سيئاتهم وكان ذلك عند الله فوزا عظيما ويعذب المنافقين والمنافقات والمشركين والمشركات الظانين بالله ظن السوء عليهم دائرة السوء وغضب الله عليهم ولعنهم وأعد لهم جهنم وساءت مصيرا ولله جنود السماوات والأرض وكان الله عزيزا حكيما إنا أرسلناك شاهدا ومبشرا ونذيرا لتؤمنوا بالله ورسوله وتعزروه وتوقروه
وتسبحوه بكرة وأصيلا إن الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما سيقول لك المخلفون من الأعراب شغلتنا أموالنا وأهلنا فاستغفر لنا يقولون بألسنتهم ما ليس في قلوبهم قل فمن يملك لكم من الله شيئا إن أراد بكم ضرا أو أراد بكم نفعا بل كان الله بما تعملون خبيرا بل ظننتم أن لن ينقلب الرسول والمؤمنون إلى أهليهم أبدا وزين ذلك في قلوبكم وظننتم ظن السوء وكنتم قوما بورا ومن لم يؤمن بالله ورسوله فإنا أعتدنا للكافرين سعيرا ولله ملك السماوات والأرض يغفر لمن يشاء ويعذب من يشاء وكان الله غفورا رحيما سيقول المخلفون إذا انطلقتم إلى مغانم لتأخذوها ذرونا نتبعكم يريدون أن يبدلوا كلام الله قل لن تتبعونا كذلكم قال الله من قبل فسيقولون بل تحسدوننا بل كانوا لا يفقهون إلا قليلا قل للمخلفين من الأعراب ستدعون إلى قوم أولي بأس شديد تقاتلونهم أو يسلمون فإن تطيعوا يؤتكم الله أجرا حسنا وإن تتولوا كما توليتم من قبل يعذبكم عذابا أليما ليس على الأعمى حرج ولا على الأعرج حرج ولا على المريض حرج ومن يطع الله ورسوله يدخله جنات تجري من تحتها الأنهار ومن يتول يعذبه عذابا أليما لقد رضي الله عن المؤمنين إذ يبايعونك تحت الشجرة فعلم ما في قلوبهم فأنزل السكينة عليهم وأثابهم فتحا قريبا ومغانم كثيرة يأخذونها وكان الله عزيزا حكيما وعدكم الله مغانم كثيرة تأخذونها فعجل لكم هذه وكف أيدي الناس عنكم ولتكون آية للمؤمنين ويهديكم صراطا مستقيما وأخرى لم تقدروا عليها قد أحاط الله بها وكان الله على كل شيء قديرا ولو قاتلكم الذين كفروا لولوا الأدبار ثم لا يجدون وليا ولا نصيرا سنة الله التي قد خلت من قبل ولن تجد لسنة الله تبديلا
وهو الذي كف أيديهم عنكم وأيديكم عنهم ببطن مكة من بعد أن أظفركم عليهم وكان الله بما تعملون بصيرا هم الذين كفروا وصدوكم عن المسجد الحرام والهدي معكوفا أن يبلغ محله ولولا رجال مؤمنون ونساء مؤمنات لم تعلموهم أن تطؤوهم فتصيبكم منهم معرة بغير علم ليدخل الله في رحمته من يشاء لو تزيلوا لعذبنا الذين كفروا منهم عذابا أليما إذ جعل الذين كفروا في قلوبهم الحمية حمية الجاهلية فأنزل الله سكينته على رسوله وعلى المؤمنين وألزمهم كلمة التقوى وكانوا أحق بها وأهلها وكان الله بكل شيء عليما لقد صدق الله رسوله الرؤيا بالحق لتدخلن المسجد الحرام إن شاء الله آمنين محلقين رؤوسكم ومقصرين لا تخافون فعلم ما لم تعلموا فجعل من دون ذلك فتحا قريبا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. അൽഹംദുലില്ലാ, നമ്മൾ പാരായണം ചെയ്ത സൂറത്തുൽ ഫത്ത്ഹ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം അള്ളാഹു റബ്ബുൽ ആലമീൻ എടുത്തു കളഞ്ഞിട്ട് മറ്റൊരുത്തൻ്റെ മുമ്പിൽ പോയി കൈനീട്ടേണ്ട ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ റാഹത്തുള്ള ജീവിതം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പുണ്യ റമദാൻ കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചൊല്ലേണ്ട 2 ദുആകൾ, ആദ്യത്തെ 10 ദുആയുണ്ട്, റമദാൻ മുഴുനീളെ ചൊല്ലേണ്ട ദുആകളുണ്ട്. അതേതാണത്? 2 കാര്യങ്ങൾ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, 2 കാര്യങ്ങൾ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, പടച്ചോനെ ഏക ഇലാഹ് നീയാണല്ലാ, നീ അല്ലാതൊരു ആരാധ്യൻ എനിക്കില്ല പടച്ചോനെ, നീ അല്ലാതൊരു ആരാധ്യനില്ല. അപ്പോൾ നമ്മുടെ മനസ്സിൽ അല്ലാത്ത ഒരു ആരാധ്യ വസ്തു ഉണ്ടാകാൻ പാടില്ല. നമ്മൾ സമ്പത്തിൻ്റെ പൂജകരാകരുത്. പ്രത്യേകിച്ച് റമദാൻ മാസമൊക്കെയാണ്. പാവപ്പെട്ട മനുഷ്യന്മാരൊക്കെ മുമ്പിൽ വരാൻ കാത്തിക്കരുത്. നമ്മൾ അങ്ങോട്ട് പോയി സഹായിക്കണം. കാരണം നമ്മൾ ആരാധിക്കുന്നത് സമ്പത്തിനെയല്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊന്നുമല്ല ഈ സമ്പത്ത്, എൻ്റെ റബ്ബ് തന്നതാ, അവൻ്റെ സമ്പത്താണ്. അതുകൊണ്ട് തന്നെ മാന്യമായിട്ട് കൊടുക്കാൻ പറ്റണം. ഇപ്പോൾ നമ്മുടെ റിലീഫ് പദ്ധതിയുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ നമ്മളെ സഹായിക്കണില്ലേ. അതുപോലെ റമദാൻ കിറ്റൊക്കെ ആഗ്രഹിക്കുന്നവർ ഇൻഷാ അല്ലാഹ് നമ്മളിലേക്ക് ഹദിയ ചെയ്യാട്ടോ. പിന്നെ 2 കുടുംബത്തിൻ്റെ കാര്യം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, അതിലേക്കൊക്കെ ഹദിയ ചെയ്ത് സഹായിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ പ്രയാസം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിച്ചതിൻ്റെ ബർക്കത്തുണ്ട്. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും റബ്ബുൽ ആലമീൻ നീക്കി തരട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ പരിശുദ്ധമായ രാവും പകലും ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
നമ്മളതങ്ങ് തെളിയിക്കണം. എന്ത് തെളിയിക്കണം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. പടച്ചോനെ നീയല്ലാതെ എനിക്കൊരു ആരാധനയില്ലല്ലാ, ആരാധനക്കർഹം നീ മാത്രമാണ്, ഞാൻ നിന്നെ അല്ലാതെ ഒന്നിനെ ആരാധിക്കണില്ല പടച്ചോനെ. അസ്തഗ്ഫിറുല്ലാഹ്, നിന്നോട് പാപമോചനം തേടുകയാണ് പടച്ചോനെ. എപ്പോഴെങ്കിലുമൊക്കെ എൻ്റെ മനസ്സിൽ നിന്നെക്കാൾ വലുതാണ് എൻ്റെ സമ്പത്ത്, അല്ലെങ്കിൽ നിന്നെക്കാൾ വലുതാണ് എൻ്റെ കെട്ടിയോൻ അല്ലെങ്കിൽ കെട്ടിയോൾ, എൻ്റെ മക്കൾ, എന്തോ ആയിക്കോട്ടെ, നിന്നെക്കാൾ വലുതായി പോയിട്ടുണ്ടോ യാ അല്ലാഹ്? ചിന്തിക്കാൻ പോലും പറ്റൂല. എനിക്ക് പുറത്ത് തന്നെ അല്ലാഹ്. അസ്അലുക്കൽ ജന്ന, ആ ബോധ്യമുള്ളവന് കിട്ടുന്നത് എന്താ? സ്വർഗ്ഗമാണ്. നാളെ പരലോകത്ത് എന്നിട്ടുള്ള സ്വർഗ്ഗമൊന്നുമല്ല, അതെന്തായാലും കിട്ടും. ഇത് കിട്ടിയാൽ ദുനിയാവിൽ തന്നെ സ്വർഗ്ഗമുണ്ട്. അതെന്താ? സമാധാനമാണ്. വഅഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്ന് കാവൽ തരണേ പടച്ചോനെ. എന്താണ് ഈ ദുനിയാവിലെ നരകം? നാറുല്ലാഹിൽ മൂഖദ അല്ലതി തത്വലിഉ അലൽ അഫ്ഇദ. അപ്പോൾ ദുനിയാവിലെ നരകം എന്ന് പറഞ്ഞാൽ ടെൻഷനാണ്. ടെൻഷൻ അടിച്ചിട്ട് ആകെ ഇടങ്ങാറായി, ഒരു സമാധാനമില്ല. അവൻ ദുനിയാവിലെ നരകത്തിലാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ആ ദുആ ഒന്ന് മനസ്സറിഞ്ഞ് ചൊല്ലിക്കേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. കരുണക്കടലായ റബ്ബേ, നിന്നോട് ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാറുകളെല്ലാം, നിന്നിലേക്ക് ഞങ്ങൾ ചൊല്ലിയതെല്ലാം ചെയ്തതെല്ലാം നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. ഖൽബിലേറെ ന്യൂനതകളുണ്ട് റബ്ബേ, എല്ലാ ന്യൂനതകളും നീ മാപ്പാക്കണേ അല്ലാഹ്. എല്ലാ തെറ്റുകളും നിന്റെ കാരുണ്യം കൊണ്ട് പുറത്തു തരണേ തമ്പുരാനെ. പരിശുദ്ധ റമളാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാഹ്. റമളാനിലെ ആദ്യ പത്തില് ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ട എന്താ? റഹ്മത്തിന്റെ പത്താണ്. പടച്ചോനിൽ നിന്ന് കാരുണ്യം വാങ്ങിയെടുക്കേണ്ട പത്താണ്. കാരുണ്യം കിട്ടണമെങ്കിൽ നമ്മൾ കരുണ ചെയ്യുന്നവരാകണം. പാവപ്പെട്ടവനെ, പ്രയാസാനുഭവിക്കണവനെ ചേർത്തു പിടിക്കാനുള്ള മനസ്സെങ്കിലും നമുക്ക് ഉണ്ടാവണ്ടേ? അപ്പോഴാണ് അള്ളാന്റെ കാരുണ്യമൊക്കെ നമുക്ക് കിട്ടുക. വെറുതെ ദ്വാരന്നുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പൊ മനസ്സറിഞ്ഞ് ദ്വായും വേണം. രണ്ടും കൂടെ വരുമ്പോഴാണ് റഹ്മത്ത് ആസ്വദിക്കാൻ പറ്റുക. പടച്ചോന്റെ കാരുണ്യം വേണ്ട. ഒരു 33 തവണ ചൊല്ലിക്ക്. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ الراحمين. اللهم ارحمني يا أرحم 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 الراحمين.
اللهم ارحمني يا أرحم الراحمين 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 കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, നിന്റെ കാരുണ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തല്ലേ എല്ലാ ദുആയും സ്വീകരിക്കാനുള്ള ഏറ്റവും മനോഹരമായ നിമിഷം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയം നിങ്ങളേണില്ല, നമുക്കൊരു രണ്ട് വരി സ്വലാത്തും കൂടെ ചൊല്ലിയിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഹദിയ ചെയ്ത് നമുക്ക് ചെറിയ നിലക്കൊന്ന് ദുആ ചെയ്യണം. റമളാൻ പരിപൂർണമായി ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം ലഭിക്കുന്ന സദസ്സായി ഈ സദസ്സിനെ അല്ലാഹു മാറ്റി തീർക്കുമാറാകട്ടെ. അശ്റഖൽ ബദ്റു علينا فاختفت منه البدور مثل حسنك ما رأينا قد يا وجه سروري صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم أنت شمس أنت بدر أنت نور فوق نوري أنت إكسير وغالي أنت مصباح صدوري صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم يا حبيبي يا محمد يا عروس الخافقين يا مؤيد يا ممجد يا إمام القبلتين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. മനസ്സറിഞ്ഞ് അപ്പോൾ നിയ്യത്ത് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. എന്താ നമ്മളിപ്പോൾ നോമ്പാണെങ്കിൽ നിയ്യത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർദി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ അദാഅയ ഫർളായ റമളാനിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി. നിയ്യത്ത് വായ കൊണ്ട് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. വായ കൊണ്ട് പറയൽ സുന്നത്തേ ഉള്ളൂ, മനസ്സിൽ കരുതലാണ് നിർബന്ധം. അപ്പൊ മനസ്സിൽ കരുതാതെ വായ കൊണ്ട് പറഞ്ഞാൽ നിയ്യത്ത് ശരിയാവൂല, അപ്പൊ നമുക്ക് നോമ്പ് കിട്ടൂല. മനസ്സിലായോ? അപ്പൊ എല്ലാവരും ഇടത്താഴമൊക്കെ കഴിക്കണം. നമ്മൾ ഈ പരിശുദ്ധമായ രാവിലെ ഒരുമിച്ച് കൂടിയത് അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഇന്ന് റമളാനിലെ ആദ്യ രാവാണെങ്കിൽ നഷ്ടപ്പെടുത്തി കളയാതെ മനോഹരമായി ഇബാദത്ത് ചെയ്യണം. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق
ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അപ്പോൾ മനസ്സറിഞ്ഞ ആമീൻ പറയാം. ചെറിയൊരു ദുആ. പ്രത്യേകിച്ച് പരിശുദ്ധമായ ഈ രാവിലെ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി ഒരുപാട് ആളുകളുണ്ട്. അവരിങ്ങനെ ഖബറിൽ കിടന്നിട്ട് നമ്മുടെ ഒരു ദുആയിന് വേണ്ടി കാത്തിരിക്കുന്ന നിമിഷമല്ലേ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ ഹദ്റത്തിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കട്ടെ. അവർക്കെല്ലാവർക്കും അല്ലാഹു സന്തോഷം കൊടുക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്കൊക്കെ ഹദിയ ചെയ്തവർ റമദാനിലെ ആദ്യത്തെ രാത്രിയാണെങ്കിൽ ഈ രാവിന്റെ ബർക്കത്തുകൊണ്ട് ഹദിയ ചെയ്താൽ എന്തോരം പ്രതിഫലം അവർക്ക് കിട്ടല്ലേ. ജീവിതം മാറി മറിയാൻ അത് മതിയെന്ന് അള്ളാഹു അതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് കൃത്യം 6 മണിക്ക് രാവിലെ നടക്കുന്ന സ്വബാഹുൽ ഖൈർ റമദാനിൽ ഒരു ദിവസം പോലും മുടക്കരുത് മാത്രമല്ല നാമുമായി ബന്ധപ്പെട്ടവരൊക്കെ അതിൽ പങ്കെടുപ്പിക്കണം. സ്വബാഹുൽ ഖൈർ കൊണ്ട് ജീവിതം മാറി മറിഞ്ഞ് എത്രയോ മനുഷ്യന്മാരുണ്ട്. അള്ളാഹു അങ്ങനെയുള്ള മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل ثواب قراءتنا إلى النبي المصطفى محمد صلى الله عليه وسلم. أرحم الراحمين കരുണക്കടലായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ ഞങ്ങളിൽ നിന്ന് സംഭവിച്ച പാപങ്ങളെല്ലാം നീ പൊറുക്കണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ തെറ്റുകളും നീ പൊറുത്തു തരണേ തമ്പുരാനെ. നീ പൊറുത്തില്ലെങ്കിൽ പരിശുദ്ധ റമദാനിലും നിന്റെ പാപമോചനം ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് നാശമാണല്ലോ അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പൊറുക്കണേ തമ്പുരാനെ. ഒരുപാട് തെറ്റുകൾ ഞങ്ങളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. നിന്റെ കാരുണ്യത്തിലാണ് പ്രതീക്ഷ റബ്ബേ. നിന്റെ കാരുണ്യം തരണയല്ല, നിന്റെ കരുണ തരണയല്ല, നിന്റെ കരുണ തരണയല്ല. നിന്റെ കാരുണ്യം ലഭിക്കാത്ത മുനാഫിക്കുകളിൽ നീ ഞങ്ങളെ പെടുത്തല്ലേ തമ്പുരാനെ. നിന്റെ കാരുണ്യത്തിന്റെ തിരുനോട്ടം ആസ്വദിക്കാൻ തൗഫീക്ക് നൽകണയല്ല. എത്ര രോഗികളാ ഞങ്ങൾക്കിടയിലുള്ളത്. മാരക രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, ക്യാൻസർ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കിഡ്നി തകരാറിലായതുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. എന്തെല്ലാം മാരക രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ നീ പരിപൂർണ ശിഫ നൽകണയല്ല. ഞങ്ങളാർക്കും മാരക രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ലയല്ല. സ്വന്തം മക്കൾ പോലും അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന രോഗങ്ങളെ തരല്ലയല്ല. കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണയല്ല. റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണയല്ല. ഞങ്ങളുടെ പൊന്നുമക്കളെ നീ നേർവഴിയിലാക്കണയല്ല. ഇണകളെ നന്നാക്കണയല്ല. കള്ളുകുടിയന്മാരുണ്ട്, മദ്യപാനികളുണ്ട്, മോശം സ്വഭാവത്തിൽ നടക്കുന്നവരുണ്ട്, വ്യഭിചാരികളിൽ പെട്ടുപോയവരുണ്ട്. യാ റബ്ബനാ, ഞങ്ങളെ എല്ലാവരെയും നീ നന്നാക്കണേ തമ്പുരാനെ. ഇണകളെയും നേർവഴിയിൽ നയിക്കണേയല്ല. സമാധാനമുള്ള ദാമ്പത്യം നൽകണേയല്ല. സംശയ രോഗങ്ങളിൽ നിന്ന് കാവലേകണേയല്ല. പടച്ചവനെ, രാവിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ വെളിച്ചം നൽകണേയല്ല. മക്കളെ നന്നാക്കണേയല്ല. എന്തെല്ലാം പരീക്ഷകൾ എഴുതുന്നുണ്ടോ എല്ലാ പരീക്ഷകളിലും ഉന്നത വിജയം നൽകണേയല്ല. പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണേയല്ല. യാ റബ്ബനാ, യാ റബ്ബനാ, നീ അല്ലാതൊരത്താണിയില്ല അല്ലാ. നിന്റെ തണലല്ലാതൊരു തണലില്ല അല്ലാ. നിന്റെ ഹബീബല്ലാതെ വസീലയില്ല അല്ലാ. ഈ കൽബൊന്നു തുറന്നു തരണേ അല്ലാ. നിന്നോടുള്ള പ്രണയം ആസ്വദിക്കാൻ തൗഫീക്ക് നൽകണേയല്ല. കടബാധ്യതകളുള്ളവരുണ്ട്, കടങ്ങൾ ഏറ്റെടുക്കണേയല്ല. കടക്കാരനായി മരിപ്പിക്കല്ലയല്ല. കടം തന്ന ആളുകൾ വന്ന് മയ്യത്തിന് വില പറയുന്ന ഗതികേട് നൽകല്ലേ അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ ഭവനം കൊടുക്കണേയല്ല. മക്കളില്ലാതെ പൊട്ടിക്കരയുന്നവരുണ്ട്. ഈ രാവിന്റെ ബറക്കത്ത് കൊണ്ട് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേയല്ല. ഉള്ള മക്കളെ നന്നാക്കണേയല്ല, നേർവഴിയിലാക്കണേയല്ല, അതവുള്ളവരാക്കണേയല്ല. പടച്ചവനെ, റസാ വ്ലോഗ്സ് ചാനലിനോടൊപ്പം ഏത് മജ്ലിസിലും പങ്കെടുത്ത് ഇതിന്റെ ഭാഗവാക്കായി കുടുംബമായി നിലനിൽക്കുന്ന സഹോദരങ്ങളുണ്ട്. പാവപ്പെട്ട റിലീഫ് പദ്ധതിയിലേക്ക് സഹായം പറഞ്ഞപ്പോൾ അതിലേക്ക് ചെയ്തവരുണ്ട്. യാ റബ്ബനാ, എല്ലാവരെയും നീ ഏറ്റെടുക്കണേയല്ല. അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേയല്ല. നിന്റെ പരിശുദ്ധ ഭൂമിയിൽ വന്നണയാതെ ഞങ്ങളെ റൂഹ് പിടിക്കല്ലേയല്ല. മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ല. ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേയല്ല. പ്രവാസികൾക്ക് ഖൈർ
നൽകണേ അല്ലാ. പടച്ചവനെ, കടക്കണിയിൽ പെട്ടുപോയവരുണ്ട്, മോചനം നൽകണേ അല്ലാ. യാ റബ്ബനാ, വീട് നിർമ്മാണത്തിലിരിക്കുന്നത് പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ എല്ലാവരുടെയും ബർസഖി ജീവിതം റാഹത്തിലാക്കണേ അല്ലാ. സലാമത്ത് നൽകണേ അല്ലാ. സുരക്ഷ നൽകണേ അല്ലാ. ഖബറിൽ സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. റമളാൻ എതിരാകുന്ന ഭാഗ്യഹീനരിൽ പെടുത്തല്ലേ അല്ലാ. റമളാനിന്റെ ശുപാർശ തരണേ അല്ലാ. മുത്തായ തങ്ങളുടെ തിരുനോട്ടം നൽകണേ അല്ലാ. ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. അവസാനം റയ്യാൻ എന്ന കവാടത്തിലൂടെ മാതാപിതാക്കളെയും ഇണകളെയും സന്താനങ്ങളെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും കൈപിടിച്ചുകൊണ്ട് കടന്നു പോകാൻ നിന്റെ കാരുണ്യം കൊണ്ട് അവസരം നൽകണേ അല്ലാ. ഈ സദസ്സ് നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. ഏത് മുറാദ് വെച്ചുകൊണ്ടാണോ ഈ സദസ്സിൽ പങ്കെടുക്കുന്നത്, ആ മുറാദുകളെല്ലാം നീ ഹാസുലാക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. والسلام عليكم ورحمة الله وبركاته.